അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ കാല മുസ്ലിം മലബാറിന്റെ സവിശേഷതയുടെ സാംസ്കാരിക ചിഹ്നമാണ് ശ്രാമ്പികൾ എന്നുള്ളത്. നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള കർഷകരുടെ സാംസ്കൃത അവശേഷിപ്പ് കൂടെയാണ് ഈ ശ്രാമ്പികൾ എന്നുള്ളത്. പ്രവിശ്യമായ പാടത്തിന്റെ വെള്ളമുള്ള സ്ഥലത്താണ് ശ്രാമ്പികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ശ്രാമ്പികളുടെ തൊട്ടപ്പുറത്തുകൂടെയായിട്ട് ഒഴുകുന്ന തോടും അതുപോലെ വേനൽക്കാലത്തിൽ ആശ്രയിക്കുന്ന മഴക്കുഴിയും ഉണ്ടാകും. ഈ ശ്രാമ്പികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും മരം കൊണ്ട് നിർമ്മിച്ചവയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകമായ കമ്മിറ്റിയോ പരിപാലകരോ ഇല്ലാതെ ആ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് സംരക്ഷിക്കുമായിരുന്നു ശ്രാമ്പി. അതുപോലെ പ്രകൃതിയുടെയും കർഷക വൃത്തിയുടെയും ആരാധനയുടെയും അഗാധമായ ബന്ധത്തിന്റെ ചിഹ്നം കൂടിയാണ് ഈ ശ്രാമ്പികൾ എന്ന് പറയുന്നത്. ഈ ശ്രാമ്പിയുടെ പക്കത്തിൽ താമസിക്കുന്ന ആളുകൾ വിശ്രമിക്കാൻ വരാറുണ്ട് ശ്രാമ്പിയിലേക്ക്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്തരം ശ്രാമ്പികളിൽ നിന്ന് ഒന്നിനെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ മലപ്പുറം സ്വലാത്ത് നഗറിനടുത്ത് പാടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രാമ്പിയെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ പള്ളിയെ കുറിച്ച് അറിയാവുന്ന ആരും തന്നെ ഈ നാട്ടിൽ കാണാനില്ല. ഈ നാട്ടിലെ പൂർവികരായ ആളുകൾ ഉണ്ടാക്കിയ പള്ളിയാണിത്. പണ്ട് കാലത്ത് കർഷകർ അവിടെ ജോലി കഴിഞ്ഞ് കയറിയതിനു ശേഷം ഇവിടെ നിന്നാണ് നിസ്കരിക്കാറ്. ആദ്യകാലത്ത് ഈ പാലവും അതുപോലെ തന്നെ അവരുടെ മഹല്ല് ആൽത്തുരുപടി ആയതിനാലും ഒക്കെ ബുദ്ധിമുട്ട് കാരണമാണ് അവർ ഈ ഒരു സറാമ്പി നിർമ്മിച്ചത്. നൂറ്റാണ്ടുകളേറെ പഴക്കമുള്ള ഈ സറാമ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനുഹാജി വളരെയധികം ഇതിന് പങ്കുണ്ട്. മാനുഹാജി 4ാം ക്ലാസ് പഠിക്കുന്ന കാലം, അതായത് 65 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ പള്ളി ഒന്ന് പുതുക്കി പണിതു. 30 രൂപക്ക് പ്ലാവ് വാങ്ങിക്കൊണ്ട് അതിന്റെ അല്ലറ പണികളെല്ലാം ചെയ്ത് അത് നന്നാക്കി. തോട്ടിൽ നിന്നായിരുന്നു നാട്ടുകാർ വുളു എടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ വേനൽക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ കുഴി കുഴിച്ച് വെള്ളം സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. എന്നാൽ വെള്ളം സംഭരിച്ചു വെച്ച് അതിൽ നിന്ന് തന്നെ നാട്ടുനിവാസികളെല്ലാം അലക്കുകയും കുളിക്കുകയും എല്ലാത്തിനുമുള്ള ആവശ്യമായ വെള്ളങ്ങൾ അതിൽ നിന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അന്ന് കാലത്ത് മഗ്‌രിബ് ഇശാ നിസ്കാരങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരമായിരുന്നു എണ്ണീനാക്കയുടെ കിസ്സ പാടി പറയൽ എന്ന പരിപാടി. കാരണം അന്ന് 1-2 ദിവസങ്ങൾ മാത്രം ചന്ത കഴിഞ്ഞുള്ള ഒഴിവ് ദിവസങ്ങളിൽ എണ്ണീനാക്ക മലപ്പുറം അതുപോലെ മഞ്ചേരി നിലമ്പൂരൊക്കെ ചന്തക്ക് പോയ ശേഷം ഒഴിവുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്നിട്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ആളുകൾക്ക് ബദർ കിസ്സയും അതുപോലെ മലപ്പുറം പടയുടെ കിസ്സയും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ആളുകൾ അത് ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. റബീഉൽ അവൽ മാസത്തിൽ കൃത്യമായ പരിപാടികളൊന്നും ഉണ്ടാകാറില്ലെങ്കിലും എല്ലാ വർഷവും റബീഉൽ അവൽ 30-ന്റെ അന്ന് ഇവിടെ ഒരു മൗലിദ് സദസ്സ് സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പഴം, തേങ്ങ ചിരവിയത്, അതുപോലെ അരി വറുത്തത് തുടങ്ങിയ സാധനങ്ങൾ സംഘടിപ്പിച്ച് ചെറിയൊരു ഭക്ഷണം തബറുക്ക് വിതരണവും ഇവിടെ നടത്താറുണ്ട്. ഇതിന് ഫലമായി ഈ പള്ളി നിറഞ്ഞു കവിയുകയും അതുപോലെ ആളുകൾക്ക് തടിച്ചുകൂടി നല്ലൊരു മൗലിദ് സദസ്സ് തന്നെ അവസാനം സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ഈ പള്ളിയുടെ ഉള്ളില് ചിമ്മിനി, അതുപോലെ മുസല്ല, നിസ്കരിക്കാൻ ആവശ്യമായ മറ്റു വസ്തുക്കളൊക്കെയുണ്ട്. ആദ്യം ഈ പള്ളിക്ക് മരം കൊണ്ടുള്ള സ്റ്റെപ്പുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കാലപ്പഴക്കത്തിൽ അത് ചിതലരിച്ചു പോവുകയും നശിക്കുകയും ചെയ്തതോടെ പിന്നീട് അത് മാറ്റി ഇതുപോലുള്ള സിമെന്റിന്റെ സ്റ്റെപ്പുകളാക്കുകയും ശേഷം അതിന്റെ വർഷം സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ വർഷങ്ങൾ എഴുതി വെക്കുകയും അതുപോലെ 2024 എന്ന കൊല്ലത്തിൽ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഇത്രയും വെള്ളം ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് വന്നിട്ടുണ്ട് എന്ന ദശാസൂചകമായി ഈ പള്ളിയുടെ പുറംഭാഗത്ത് തന്നെ ഒരുപാട് മാർക്കിങ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പള്ളിക്കുള്ളിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഏകദേശം ഇതുപോലൊരു തൊള്ളി നമുക്ക് കാണാൻ സാധിക്കും. ഇതിലാണ് ആളുകൾ പണി കഴിഞ്ഞു എന്നിട്ട് അവരുടെ ഡ്രസ്സുകൾ തോരട്ടിരുന്നത്. അതായത് അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇതിൽ വെച്ച് ഇവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ടാണ് അവർ നിസ്കരിക്കാറുണ്ടായിരുന്നത്. അതുപോലെ നിസ്കരിക്കാനുള്ള മുസല്ല, മറ്റു സൗകര്യങ്ങൾ, അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ചിമ്മിനി സൂക്ഷിക്കുന്ന ഒരു കേസ്, അതുപോലെ ചിമ്മിനിയുടെ ബാക്കി പത്രങ്ങൾ, മണ്ണെണ്ണ സൂക്ഷിച്ചു വെക്കുന്നതിനൊരു ബോട്ടില്, അതുപോലെ പണല് തുടങ്ങി ആൾക്കാർ നല്ല സഹകരണമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഖുർആൻ സൂക്ഷിച്ചിരുന്ന മുസ്ഹഫുകൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയാണിത്. ഇതിനുള്ളിൽ ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു മുസ്ഹഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോ ജനിച്ച കാലം മുതൽ ഈ പള്ളി ഇവിടെ ഉണ്ട്? നിങ്ങള് ചെറുപ്പം മുതലേ ഈ പള്ളി ഇവിടെ ഉണ്ട്? ഞാൻ ചെറിയതായി حبيب غدا عنا العنان